ഈ വർഷം മലയാളത്തിൽ നിന്ന് ഇനി വരാനുള്ളത് 2 പ്രമുഖ റിലീസുകളാണ്. ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിക്കുന്ന ഭയം ഭക്തി ബഹുമാനവും അതുപോലെ നിവിൻ പോളിയുടെ സർവ്വം മായയുമാണ്. ഈ 2 സിനിമകളും ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുകയാണ്. ഇതിൽ ഭയം ഭക്തി ബഹുമാനത്തിനാണ് നിലവിൽ വലിയ ഹൈപ്പ് ഉള്ളത്. ദിലീപേട്ടന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിട്ടാണ് ഈ ചിത്രം വരുന്നത്. ദിലീപേട്ടനും ലാലേട്ടനും ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ലാലേട്ടൻ ചെയ്യുന്ന ഒരു അതിഥിവേഷം എന്നതും ഭയം ഭക്തി ബഹുമാനത്തിന്റെ ഹൈപ്പാണ്. വലിയ റിലീസിലാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. ലാലേട്ടന്റെ ഈ ചിത്രത്തിലെ വേഷത്തെക്കുറിച്ച് വളരെയധികം എക്സൈറ്റ്മെന്റ് നിലവിലുണ്ട്. ചിത്രത്തിൽ ഏതാണ്ട് 22 മിനിറ്റോളം ആയിരിക്കും ലാലേട്ടൻ സ്ക്രീനിൽ എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പാട്ടും അതുപോലെ 2-3 ഫൈറ്റ് സീക്വൻസിലും ലാലേട്ടന്റെ കഥാപാത്രം ഉണ്ടാവും. ആരാധകരെ സംബന്ധിച്ച് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ലാലേട്ടനും ദിലീപേട്ടനും ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന. ട്രെയിലറിനും ടീസറിനും ഒക്കെ ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത്. മലയാളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് അധികം കാണാത്തൊരു ജോണറായ മാസ് മസാല എന്റർടൈനർ എന്ന ലേബലിലാണ് ഭയം ഭക്തി ബഹുമാനം തിയേറ്ററിൽ എത്തുന്നത്. 22 മിനിറ്റോളം മോഹൻലാലും കൂടെ ഭാഗമാവുന്നു എന്നുള്ളത് സിനിമയ്ക്ക് വലിയ ഹൈപ്പാണ് നൽകുന്നത്. ഡിസംബർ 18-ന് ലോകമെമ്പാടും തിയേറ്ററിലെത്തുന്ന ഭയം ഭക്തി ബഹുമാനത്തിന് ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലും ഏതാണ്ട് 450-നും 500-നും ഇടയിൽ തിയേറ്ററുകളിൽ ഭയം ഭക്തി ബഹുമാനം റിലീസ് ചെയ്യും. നിലവിൽ 9 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സമയം നേരത്തെ ആക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ദിലീപേട്ടന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയും ഏറ്റവും വലിയ റിലീസും ഏറ്റവും വലിയ ഓപ്പണിംഗും ഒക്കെ ഈ ചിത്രം നേടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സിനിമ തിയേറ്ററിൽ ഗംഭീര വിജയമായി മാറട്ടെ.